ഹായ് ഫ്രണ്ട്സ്, വായനാ ദിനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ സാഹിത്യ മേഖലയ്ക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠം. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഉത്തരം ജോർജ് വർഗീസ്. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ. ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഇലിയഡ്, ഒഡീസി. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം പി.എൻ. പണിക്കർ. ആരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി.എൻ. പണിക്കർ. കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് ആരാണ്? ഉത്തരം പി.എൻ. പണിക്കർ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ശാന്തിപ്രകാശ് ജെയിൻ. കുറത്തി എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം കടമ്മനിട്ട. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 12. ചെമ്മീൻ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം തകഴി. മലയാളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഉത്തരം കയർ. കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇടപ്പള്ളി. അഗ്നിസാക്ഷി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. ജ്ഞാനപ്പാന രചിച്ചത് ആരാണ്? ഉത്തരം പൂന്താനം. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഇടശ്ശേരി. മാധവിക്കുട്ടിയുടെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം കമല സുരയ്യ. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കുമാരനാശാൻ.